ഈ ആര്യന്റെ വിശേഷങ്ങൾ പറയൂ. ആര്യൻ ഇപ്പൊ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അവനിപ്പം 1 വയസ്സും 4 മാസമായി. 1 വയസ്സ് 4 മാസം. എല്ലാം പറയും. അതെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറയുന്ന ഒക്കെ തിരിച്ചു പറയുന്ന ഒരു ടൈമാണ്. പക്ഷെ നല്ല രസമായിട്ട് ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് സമയം ഇങ്ങനെ പോകുന്നു. പാട്ടുകളൊക്കെ ഇങ്ങനെ പാടാൻ അല്ലെങ്കിൽ കേൾക്കുമ്പോ അത് ശ്രദ്ധിക്കാനൊക്കെ. പിന്നെ ഇന്നലെ പോലും എന്റെ സ്റ്റാർ സിംഗറിലെ ഒരു പാട്ട് വെച്ചപ്പം അപ്പ എന്ന് പറഞ്ഞു. ഞങ്ങള് ഞെട്ടിപ്പോയി. കാരണം എന്റെ ഇപ്പത്തെ കോലമേ അല്ല. പിന്നെ എന്റെ വോയിസ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും പാടുമ്പം. സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു പാട്ടോട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അത് ഞാനൊരു ട്രാക്ക് ഇട്ടിട്ട് ഞാൻ പാടിയിട്ടുള്ള കേട്ട് കഴിഞ്ഞാൽ അപ്പ എന്ന് പറയും. പിന്നെ ചെറിയ പാട്ടിലൊന്നല്ല പിടി, നഗുമോന്റെ ഓ ഒക്കെയാണ് പാടുക. ഓ നഗുമോ പാടാൻ പറഞ്ഞ അങ്ങനെ പാടും. അപ്പൊ എന്തായാലും ഒരു പാട്ടുകാരനൊക്കെ ആവാനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴേ കാണുന്നുണ്ട്. ഈ നിമ്മിക്ക് അതായത് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? അതായത് കുഞ്ഞിങ്ങനെ വരുമ്പോ എനിക്ക് ഇന്ന ഒരു കാര്യം പഠിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആക്കണം, അങ്ങനെയൊക്കെ? ഇല്ല, ആകെയുള്ള ഒരു ആഗ്രഹം അവന്റെ ഇഷ്ടത്തിന് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് വളരട്ടെ. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഒരു നമുക്കും ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരട്ടെ. കുറച്ചും കൂടി മോൻ വലുതായി? ഒരിക്കലും അല്ല, അവന്റെ ഇഷ്ടത്തിന് കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു അമ്മയായിരിക്കും. ഈ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അത് ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ്, അതായത് ഈ ഒരു കാമുക ഹൃദയമുള്ള ഈ ഒരു ഭർത്താവ് ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നിമ്മിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? തിരിച്ചിട്ടായിരുന്നു ഞാനാ കൊടുത്തേ. ആണോ? ഓ, നിമ്മിയായിരുന്നു കൊടുത്തേ. തിരുത്തുന്നില്ല. അല്ല, എന്താ അറിയോ, ആദ്യം മുതൽക്കൊക്കെ ഞാനാണ് കൊടുക്കല്. അപ്പൊ കഴിഞ്ഞ ആക്ച്വലി വാലന്റൈൻസ് ഡേ ആയിരുന്നില്ല, അതിന് തൊട്ട് മുന്നേ ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്ത് തന്നു. അതെ, വാലന്റൈൻസ് ഡേ നമുക്ക് ആദ്യം അതൊന്ന് കാണാം, എന്നിട്ട് നിങ്ങൾ വിശേഷം എനിക്ക് മുന്നേ തന്നു പറ്റിച്ചാട്ടോ. ഇത് പൊളിയായിരുന്നു. നിമ്മി അരുണു, ഉമ്മ ഹാപ്പി വാലന്റൈൻസ് ഡേ അഡ്വാൻസ് ആയിട്ടാണ് നിങ്ങൾ കൊടുത്തതല്ലേ? ഞാൻ ഗിഫ്റ്റ് ചെയ്ത ആ ഫോണിൽ നിന്നുള്ള ഫസ്റ്റ് ഫോണും ഗിഫ്റ്റ് ആണ്, അതിന്റെ കൂടെ ഈ ഗിഫ്റ്റും കൂടി കൊടുത്തു. അല്ല, ആകെ കൺഫ്യൂഷൻ ആക്കി. എനിക്ക് ആ ഫോൺ വാങ്ങിച്ചു. അപ്പം ഇതിലപ്പുറം എന്തൊരു ഗിഫ്റ്റ് ആണ് ഇതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഇപ്പൊ ശരിയായി. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയി, എല്ലാം മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ കൺഫ്യൂഷൻ, അതായത് ഈ കൺഫ്യൂഷനൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരു ഇതാണ്. പക്ഷെ എന്റെ വലിയൊരു സംശയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോണിന്റെ മറയില്ലാതെ ഈ ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെയോ? ഇങ്ങനെയെന്ന് വേണ്ട, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ധൈര്യം ഉണ്ടോ ചോദിക്കേണ്ട കാര്യമില്ല, ധൈര്യം മാത്രമേ ഉള്ളൂ എന്തിനും ഏതിനും. നമുക്ക് എന്തായാലും ഇത്രയും ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂഡിലിരിക്കുന്നുണ്ട്. സ്നേഹത്തോടെ ഒരു പാട്ടും കൂടി ഒന്ന് പാടിക്കൊടുത്താലോ നിമ്മിക്ക്? പിന്നെന്താ? നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം, നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ.